ജീവിതം ഒരു കളിയാണെങ്കിൽ നല്ലൊരു കളിക്കാരനായിരിക്കുക, നല്ലൊരു കളിക്കാരിയായിരിക്കുക, നല്ലൊരു പ്ലെയർ ആയിരിക്കുക. ജീവിതം ഒരു യുദ്ധമാണെങ്കിൽ നല്ലൊരു യോദ്ധാവായിരിക്കുക, നല്ലൊരു പോരാളിയായിരിക്കുക. ജീവിതം നിങ്ങൾക്കൊരു കളിയായാലും ഒരു ഗെയിം ആയാലും ഒരു യുദ്ധമായാലും തളർന്നതുകൊണ്ടോ പതറിയതുകൊണ്ടോ നിരാശപ്പെട്ടതുകൊണ്ടോ പ്രയോജനമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ച് സഡ കുടഞ്ഞിറങ്ങി പൊരുതുക, നല്ലൊരു ഗെയിം കാഴ്ചവെക്കുക. തളർന്നാൽ താങ്ങാൻ ആളുമില്ല, പേടിച്ചാൽ ഒളിക്കാൻ കാടുമില്ല എന്നുള്ള ആ ഒരു ആപ്തവാക്യം മനസ്സിൽ തന്നെ ആത്മാർത്ഥമായി ചിന്തിച്ച് ആഴത്തിൽ ചിന്തിച്ച് തിരിച്ചറിയുക. തളർന്നാൽ താങ്ങാൻ ആളുമില്ല, പേടിച്ചാൽ ഒളിക്കാൻ കാടുമില്ല. യുദ്ധമായാലും ഗെയിം ആയാലും നഷ്ടങ്ങളും സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുക. ജീവിതം ഒരു യുദ്ധമാകട്ടെ, ബിസിനസ് ആകട്ടെ, ഒരു ഗെയിം ആകട്ടെ, ഏത് മേഖലകളിലായാലും വിജയം തീരുമാനിച്ചുറപ്പിച്ചിറങ്ങി ഇറങ്ങി പുറപ്പെടുമ്പോൾ വിജയങ്ങൾ മാത്രമല്ല വന്നു ചേരുക, പരാജയങ്ങളും നഷ്ടങ്ങളും സ്വാഭാവികമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൂടെ നേരിടാനുള്ള മനസ്സുറപ്പോടെ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് നമുക്ക് വേദനകളും ടെൻഷനുകളും ഇല്ലാതെ ആ ലക്ഷ്യങ്ങൾ നേടുവാൻ കഴിയുന്നത്. എല്ലാ ശ്രമങ്ങളും വിജയിക്കണമെന്നുള്ള തീരുമാനത്തിന് പോകുമ്പോഴാണ് പലർക്കും ആ പരാജയം ഏറ്റുവാങ്ങാൻ കഴിയാതെ വരുന്നത്. പരാജയവും ജീവിതത്തിന്റെ ഓരോ ശ്രമങ്ങളുടെയും ഭാഗമാണ് എന്നുള്ളതും ഒരുപക്ഷെ പലരും 10 ശ്രമങ്ങളിൽ 9 ശ്രമങ്ങളും പരാജയപ്പെട്ടവരാണ് എന്നും ആ ഒരു വിജയകരമായ ശ്രമം മതിയാകും ജീവിതം മാറ്റിമറിക്കാനെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പരാജയങ്ങൾ വരുമ്പോഴും നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാതെ ആ ലക്ഷ്യം നേടണമെന്നുള്ള വാശി അല്ല, ആ ഒരു ആർജവത്തോടെ, ആ ഒരു ഉറച്ച തീരുമാനത്തോടെ, വേണ്ടി വന്നാൽ വാശിയോടെ തന്നെ മുന്നോട്ട് പോകുന്നവർക്കാണ് വിജയം വരിക എന്നുള്ള ആ ഒരു ജീവിത യാഥാർത്ഥ്യവും കൂടെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന രണ്ട് കാര്യങ്ങൾ കൂടെ വളരെ പ്രസക്തമാണ്. വിജയികൾ പരാജയപ്പെടാത്തവരല്ല, വിജയികൾ പിന്മാറാത്തവരാണ്. രണ്ടാമത്തെ കാര്യം, വിജയത്തിന്റെ തൊട്ടടുത്തെത്തിയതറിയാതെ പിന്മാറിയതാണ് പരാജിതരുടെ പരാജയത്തിന്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന്. വിജയികൾ പരാജയപ്പെടാത്തവരല്ല, പലവട്ടം പരാജയപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ പലവട്ടം പരാജയപ്പെടുമ്പോഴും പിന്മാറാതെ വീണ്ടും വീണ്ടും ശ്രമം തുടരുന്നവർക്കാണ് ആത്യന്തിക വിജയം ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പിന്മാറുന്നതിന് മുൻപ് വീണ്ടും പരിശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രമാണം. കാരണം അടുത്ത ശ്രമം വിജയകരമായേക്കാം. വിജയത്തിന്റെ തൊട്ടടുത്തെത്തിയതറിയാതെ പിന്മാറിയതാണ് പരാജിതരുടെ പരാജയത്തിന്റെ മറ്റൊരു അടിസ്ഥാന കാരണം. ഏതായാലും ജീവിതം ഒരു കളിയാണെങ്കിൽ നല്ലൊരു കളിക്കാരനായിരിക്കുക, കളിക്കാരിയായിരിക്കുക. ജീവിതം ഒരു യുദ്ധമാണെങ്കിൽ നല്ലൊരു പോരാളിയായിരിക്കുക, യോദ്ധാവായിരിക്കുക. തളർന്നത് കൊണ്ടോ പതറിയത് കൊണ്ടോ പ്രയോജനമില്ല എന്ന് തിരിച്ചറിയുക. തളർന്നാൽ താങ്ങാൻ ആളുമില്ല, പേടിച്ചാൽ ഒളിക്കാൻ കാടുമില്ല. തളർന്നാൽ താങ്ങാൻ ആളുമില്ല, പേടിച്ചാൽ ഒളിക്കാൻ കാടുമില്ല. അവനവന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം അവനവൻ ഏറ്റെടുക്കുക, നല്ലൊരു പോരാട്ടം തന്നെ കാഴ്ചവെക്കുക. ജീവിതത്തിലെ ഏത് ലക്ഷ്യവും കൈപ്പിടിയിലൊതുങ്ങുമെന്ന് ഉറപ്പ്.